അതാണ് അബിയുവിൻ്റെ തൈകൾ. നമ്മൾ 100 രൂപേൻ്റെ തൈകൾ ഉണ്ടാവും ചോദിച്ചിരുന്നു അവിടുന്ന്. 100 രൂപേൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് 100 രൂപേൻ്റെ തൈകൾ. അതേപോലെ കണ്ടോ ഇവിടേക്കൊക്കെ നോക്കിക്കോളി. ഇതാണ് നമ്മൾ പ്ലാവ് കണ്ടില്ലേ, വിയറ്റ്നാമിൽ 50 രൂപ. ഇതാണ് 50 രൂപ. ബാക്കിലുണ്ട് പറഞ്ഞാൽ എല്ലാം ബാക്കിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടെ ഉള്ളത് അതിലും വില കുറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് പറയല്ല, നമ്മൾ ബാക്കിൽ ഉണ്ടാവും ഇവിടെ സാധനം. വേറെ എവിടെയും പോകേണ്ടില്ല. നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ടേ. നമ്മൾ ചെറിയ സാധനങ്ങൾ വില കുറഞ്ഞത് അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും, പക്ഷെ അവിടെ ഉള്ള കാണില്ല. പക്ഷെ ഇവിടെ എല്ലാം കാണിക്കാണ്ട്. ഇത് നമ്മൾ ഏലാണ് കേട്ടോ, നല്ല ഐറ്റം ഏലാണ്, നല്ല കായപ്പിടുത്തമുള്ള ഏലം. കുറേ ആളുകൾ അന്വേഷിച്ചിരുന്നത് ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നല്ല ഇനം തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കായോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നില്ല കേട്ടോ. ഇഷ്ടംപോലെ. ഇതൊക്കെ ഒരു വലിയ എന്തുണ്ടാവും. ഇത് ശരിക്ക് ഇതിൽ ഒന്നിൽ തന്നെ 2 എണ്ണം 3 എണ്ണം കാക്കാൻ പറ്റിയ തൈകളാണ്. അപ്പൊ നമ്മളൊരു 450 രൂപക്കാണ് കൊടുക്കുന്നത്. ഞാൻ മലപ്പുറം ടൗണിന്റെ അടുത്ത് പെരിങ്ങോട്ടുപുലം, പിന്നെ മലപ്പുറം 3.5 കിലോമീറ്റർ, കോഴിക്കോട് പാലക്കാട് റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ, ചട്ടിപ്പറമ്പ് നിന്നാണ് 3.5 കിലോമീറ്റർ. നല്ല തൈകളാണ്. കാരണം ഇത് ഒന്നിൽ തന്നെ 2-3 വേണമെങ്കിൽ പറിച്ചിട്ട് 3 ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാത്തിലും നല്ല കായുണ്ട്. കായുള്ളത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകാം. ഹോൾസെയിൽ കൊടുക്കണ്ടാവോ? ഇത് ഹോൾസെയിൽ വേണമെങ്കിൽ നമ്മൾ അവർ എത്ര വേണമെങ്കിലും നമുക്ക് പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കണതാണ് സാധനം ചെയ്യണം. ഇതേ തോട്ടത്തിൽ നിന്ന് തന്നെ ഇതേപോലെ തന്നെ പറിച്ചിട്ടെടുത്ത് തരും. ഇതിപ്പോൾ നമ്മൾ തണലത്ത് കൊടുന്ന് വെച്ചാണ്, കാരണം അവിടുന്ന് പറിച്ചെടുത്ത് കവർ മാറ്റി വെച്ചിട്ടുള്ളൂ. എന്തായാലും ചെടി ഇതെല്ലാവരും വെക്കണമെങ്കിൽ ഇതൊക്കെ വെട്ടിയിട്ട് ഇത് അടിയിലെ കിഴങ്ങ് മാത്രമാണ് വെക്കല്. ഞാൻ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണങ്ങി പോയാലും ഇത് താഴെ പോകില്ല എന്നാണ് പറഞ്ഞത്. ഇത് മാവുകളൊന്നും പിന്നെ ഒരു ഓഫർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ കൊടുക്കണം 550, 600, 700 ആ റേഞ്ചിൽ തന്നെയാണ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഫറിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ വലിയ മാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ അങ്ങോട്ടൊക്കെ. നിങ്ങൾ എവിടുന്ന് എടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മൾ ഒരു എന്തൊരു ഓഫർ കാണണമെങ്കിലും ഞാൻ ഓഫർ കൊടുത്താണ് ചില സംഭവങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് ഇടയ്ക്കൊക്കെ കൊടുക്കാൻ ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല. അങ്ങനത്തെ ഒരു സമയമായി പോയിപ്പോൾ പണ്ടത്തെ പോലെയല്ല. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ആളുകൾക്ക് ഇവിടെ വില കുറവുണ്ടെന്ന് മനസ്സിലാവുള്ളൂ, മറ്റേത് അറിയില്ല. അപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ മാവുകളാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പലതിലും പല വലുപ്പത്തിൻ്റെ ഇതിലും മാത്രമല്ല, ക്വാളിറ്റീൻ്റെ കാര്യത്തിലും നല്ല മാവാണെന്നൊക്കെ അറിഞ്ഞിട്ട് ശേഷം വാങ്ങുക. ഇവിടെ വന്ന എല്ലാ മാവുകളും ഉണ്ട്, അത് ഇഷ്ടം പോലെ മാവുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കണ്ട് നോക്ക്, അങ്ങോട്ടൊക്കെ ഫുള്ള് മാവുകളാണ്, വലിയ വലിയ മാവുകളുണ്ടോ. ഇതൊന്നുമല്ല, ഇഷ്ടംപോലെ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ വലുപ്പമുള്ള നല്ല വലിയ വലിയ മാവുകൾ, ചിലപ്പോൾ ചില മാവുകളുണ്ടല്ലോ നമ്മൾ 8 അടി 10 അടിയുള്ള മാവുകളൊക്കെ ഇവിടെ 250-300 മാവുകളുണ്ട്. അപ്പോൾ പിന്നെ വലുപ്പത്തിലും ഇതിലല്ല കാര്യം, ഇനത്തിലാണ് കാര്യം. ആർട്ടിറ്റ്യൂഡ് കണ്ടോ, വലിയ വലിയ പ്ലാന്റുകൾ, വലുപ്പത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഇത്രയും വലിയ മാവുകൾ നമുക്കൊരു 900 രൂപ കൊടുക്കാം. ആർട്ടിറ്റ്യൂഡ് ആണ്, വലിയ മാവുകളാണ്, ചെറുതെല്ലാം. കണ്ടോ ഹൈറ്റ് കണ്ടോ, അതിൻ്റെയൊക്കെ ഹൈറ്റ് എത്ര ഉണ്ട് നോക്കിക്കോളി. അതേപോലെ മാംഗോസിന് ഇതാ 250 രൂപേൻ്റെ തൈയാണിത്. ഇത് 350 രൂപേൻ്റെ തൈയാണ്, തട്ടുള്ള തൈനനുസരിച്ച് വ്യത്യാസങ്ങൾ റേറ്റിൽ. പിന്നെ ഇതാണ് ഈ സൈസ് നല്ല അടിപൊളി ബുഷ് ടൈപ്പ് വെച്ചൊരു ഡോർഫായിട്ട് വരുന്ന തൈകളാണ്. ഇതൊക്കെ നമുക്കൊരു 800 രൂപ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ തൈകൾ അവിടെ വേറെ കാണിക്കാണ്ട്, ഞാൻ ഒരുപാടുണ്ട്, ഇപ്പോൾ കാണിക്കും. നമ്മൾ അങ്ങോട്ട് പോവാം. മട്ട വേണ്ടില്ലേ, ഈ ഹൈറ്റ് ഉണ്ട്. എനിക്ക് 250 രൂപ കൊടുക്കണം മട്ട കേട്ടോ. ഇതേ വെറൈറ്റി മട്ടവ. ഇത് റെയിൻബോ തന്നെയാണ്. ഇതുണ്ടോ പേരക്ക, സ്പ്രിംഗ് പേരല്ലേ? സ്പ്രിംഗ് പേര. ഇതൊക്കെ 300 രൂപേൻ്റെ പേരാണ്. നല്ല തയ്യാട്ടോ, ചെറിയ തയ്യല്ലേ. പിന്നെ റൊളീനി റുമാനി, ആപ്പിൾ റുമാനി ഉണ്ട് 300 രൂപേൻ്റെ വലിയ തൈകൾ. കുളമ്പുണ്ട്, കോട്ടർകോണുണ്ട്. പിന്നെ മാവുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ഇതെല്ലാ ഐറ്റം ആളുകൾ ചോദിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കർപ്പൂര മാങ്കോ ഉണ്ട്, അതേപോലെ ഒളോറുണ്ട്, കുറ്റ്യാട്ടൂറുണ്ട്, എല്ലാ മാവുകളും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മാമിന്റെ ഒരു കളക്ഷൻ നമ്മളതിൽ ഇല്ലാന്ന് പറയണ്ടേ? ഇല്ല. പിന്നെ സീഡ്ലെസ് ലെമൺ ഉണ്ടോ, നല്ല സീഡ്ലെസ് ലെമണുകളുണ്ട്, ആസാം ലെമൺ ഉണ്ട്. ഒക്കെ 150 രൂപ ഒക്കെ നല്ല വലിയ വലിയ തൈകൾക്കേ ഉള്ളൂ കേട്ടോ. ഡാങ് സൂര്യൻ്റെ വലിയ തൈകൾ ഇതാ, ജയതാരിത്തിലാണ് ഇതാണ്ടോ വലിയ തൈകൾ. ഇതൊക്കെ നമുക്കൊരു 850 രൂപ കൊടുക്കാം, അത്രയും വലിയ തൈകൾ. അത് വലിയ കവറായിട്ട് ഇതുണ്ടോ, ഇതാണ് ഞങ്ങൾ തൈകൾ, അടിപൊളി തൈകൾ. 500 രൂപ കൊടുക്കാൻ പറ്റിയ പ്ലാവ്, വലിയ ബുഷ് തൈകൾ കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി 500 രൂപ കൊടുക്കട്ടോ. അതൊക്കെ ഉണ്ടോ, നല്ല തൈകളുണ്ടോ, ചെറിയ തൈകളല്ല. ഇതാണ് നമ്മളെ തായ്ലാൻഡ് ലെമൺ കണ്ടോ, നല്ല അടിപൊളി തൈകൾ, നല്ല റിസൾട്ടുള്ള തായ്ലാൻഡ് ലെമൺ. നമ്മളെ തോട്ടത്തിലുണ്ട് ഒരു മരമാണ്, ഇതിൻ്റെ കൂട്ടത്തിലും കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇതിന് ചെറിയ തൈകൾ 200 രൂപ വില വരുന്നുണ്ട്,
ഇത് 650 രൂപേൻ്റെ തൈയാണിത്. ചെറിയ തൈയല്ല, വലിയ തൈയാണ്. പിന്നെ പർപ്പിൾ ഫോറസ്റ്റ് പോകാനത് വലിയ വലിയ തൈകളുണ്ട്. ചെറിയ വിലയുള്ളൂ, 600-700 വിലയുള്ളൂ. പിന്നെ ലോങ്ങിനൊക്കെ കണ്ടില്ലേ, എഡോസ്റ്റാറൊക്കെ ഇതാ നല്ല നല്ല തൈകൾ ഇവിടെ ഉണ്ട്. ചെറിയ വിലൻ്റെ തൈകളുണ്ട്. 450 രൂപ കൊടുക്കട്ടെ. എഡോസ്റ്റാർ നമ്മൾ 500 പറഞ്ഞില്ലേ, 450 രൂപക്ക് ചെറിയ തൈകൾ വേണമെങ്കിൽ കൊടുക്കാണ്ട്. 450 രൂപയ്ക്ക് ഈ തൈകൾ നമുക്ക് കൊടുക്കാമല്ലേ? ഇതുണ്ടോ പ്ലാവ്, വിയറ്റ്നാം വേർലി, ഇഷ്ടംപോലെ തൈകൾക്ക് ഒരു 300 രൂപ കൊടുക്കട്ടോ. വലിയ വലിയ തൈകളാണ്, ചെറുതല്ല. 300 രൂപ കൊടുക്കാൻ പറ്റിയ തൈ 50 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 50 രൂപ നമുക്ക് കാണിക്കട്ടോ. ബാക്കിലുണ്ട്, അതിൻ്റെ അടുക്ക് എത്തുമ്പോൾ നമുക്ക് കാണിക്കും. ഇതാണ് നമ്മളെ വെരിഗേറ്റഡ് പെപ്പർ. അടിപൊളി വെരിഗേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാ ഫുള്ള് വെള്ളമൊക്കെ ഉണ്ട്. ഓ, ഫുൾ വെള്ള കളർ. എന്തായാലും ഒരു ഓർണമെന്റലാണ്. എന്തായാലും ഇത് കായ്ക്കും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും കായ്ക്കാറായിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത വർഷം കായ്ക്കുന്നു കരുതുക. എന്തായാലും ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ വേണമെങ്കിൽ റെഡി ആക്കിയിട്ടുണ്ട്. വലിയ വിലയുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഓർണമെന്റിൽ രണ്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റുകയാണ്. അടിപൊളി കണ്ടോ പുലാസാന്റെ തൈകൾ, നല്ല കടവണ്ണുള്ള അടിപൊളി തൈകൾ. എത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇത് നമ്മൾ കൊടുക്കുന്നത് 2000 രൂപക്കാണ്. ഇതൊരു ഓഫറിൽ 1500 ഇത് കടവണ്ണം നോക്കിക്കൊള്ളു. ഇത്രയും വലുപ്പമുള്ള ഇതുണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, ഇത്രയും ഹൈറ്റുള്ള ഈ തൈകളൊക്കെ നമുക്കൊരു 1000 ഓഫർ കൊടുക്കലത്. ഇത്ര ഹൈറ്റുള്ള 1300 കൊടുക്കാം. ഇത്രയും ഹൈറ്റുള്ള പുലാസാണ്. റിസൾട്ട് നമുക്ക് എത്ര സമയം കൊണ്ടാ? ഇത് ചിലപ്പോൾ അടുത്ത വർഷം കായ്ച്ചു വരും. ഉറപ്പ് ഞാൻ കൊടുക്കൂല, പുലാസന്റെ കാര്യം ആയതുകൊണ്ട്. തൈകൾ ചെറിയ തൈകൾ 400 രൂപന്റെ തൈകൾ. കടച്ചക്ക ഉണ്ട് 250 രൂപ. ബുഷ് പെപ്പർ കണ്ടോ, എല്ലാത്തിലും കായുണ്ട് കണ്ടോ. 75 രൂപന്റെ തൈകളാണ്. തെക്കൻ പെപ്പർ, ഇത് വലിയ തൈകളാണ്. ഇതുണ്ടോ പിടിച്ചോ. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത്? ഇത് വലിയതാണ്. ഇതിന് ചെറുത് 200 രൂപ തൈന്. പിന്നെ ബുഷ് പേപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 200-ൻ്റെ 300-ൻ്റെ ഉണ്ട്. ഇത് കുറച്ച് വില വരുന്നതാണ്, 2000 ഒക്കെ വരുന്നതാണ്. ഇത് നല്ല ബുഷാണ് കണ്ടോ, ഇത്രയും ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. സ്കിൻ മട്ടവ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വലിയതുണ്ടോയെന്ന്. കുറച്ച് വില ഉണ്ട്. സോഫ്റ്റ് സ്കിന്നാണ്. 1 വർഷം 1.5 വർഷം ആയ മരമാണ്. അത്യാവശ്യക്കാരനെ ചോദിക്കും കണ്ടോ. അബിയുവിൻ്റെ വലിയ തൈകൾ കേട്ടോ, അടിപൊളി തൈകൾ കണ്ടോ. ഇത്രയും സൈസുള്ള തൈകൾ നമ്മൾ കൊടുക്കണം 750 രൂപ കേട്ടോ. 750 രൂപയ്ക്കോ? എന്താ ഇതൊക്കെ തൈകൾ കേട്ടോ. ഇത് ബാക്ക് കണ്ട് നോക്കിയോ, 10-40 തൈ ഉണ്ട് കേട്ടോ. ഒക്കെ അല്ല ഹൈറ്റുള്ള ഒക്കെ ബുഷ് കേട്ടോ. എന്താണോ കാണാൻ ബുഷുള്ള തൈകളാണ് ഇതൊക്കെ. എന്താ പറയുക, ഈ സാധനമൊക്കെ ഇപ്പോൾ ഇവിടെ കായ ആയി തുടങ്ങിയുണ്ടല്ലോ, മൊത്തം അടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തൈകൾ റെഡിയാക്കിയാണ്. ഒരു 100 തൈ ഉണ്ട് ഇതേ വലുപ്പത്തിലുള്ള. ഈ റേറ്റ് തരാം, 750 തരാം. കായ്ച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല, ഇതും ചിലപ്പോൾ പൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ വിലക്ക് കൊടുക്കൂല. ഇത് ഈ വർഷം തന്നെ പൂടുന്ന സൈസ് തൈകളാട്ടോ. ഇതൊക്കെ ഉണ്ടോ മാംഗോസിന്റെ 7 തട്ടുള്ള തൈയാണ്. ഇവിടെ 2 തട്ട് പോയതാണ് കണ്ടോ. 7 തട്ടതാണ്. കുറേ ഉണ്ട്. നല്ല നല്ല തൈകളാണ്. ഇതൊക്കെ എല്ലാവരും 1500-1400 കൊടുക്കുന്ന തൈകളാണ്. നമ്മളിത് 800 രൂപ കൊടുക്കുന്നത്. 800 രൂപയ്ക്ക്? ഓ, വലിയ തൈകളുണ്ട്. ഇതേപോലത്തെ കണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടോ വലിയ തൈകളുണ്ടോ. ഉണ്ടല്ലേ, എത്ര തട്ടുണ്ട് നോക്കിയോ. 1 2 3 4 5 6 7 8 9 10 12 തട്ടുണ്ട്. നമുക്ക് ഇത്രയും തട്ട് 12 തട്ടിൽ 1500 രൂപ കൊടുക്കാം. ഇത് എത്ര വർഷം എടുത്തുണ്ടാവും ഈ ഒരു രീതിയിലേക്ക്? ഇതിപ്പോ 1 2 3 4 5 6 7 8 9 10 12 തട്ട് വരണമെങ്കിൽ എന്തായാലും 6 വർഷം 6 വർഷം ഉണ്ടായിരുന്നു. 6 വർഷമുള്ള തൈയാണ് നമ്മൾ 1500 കൊടുക്കുന്നതല്ലേ. അത് ഇതിന്റെ ഈ വില കുറവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് അത്ര കടവണ്ണായിട്ടില്ല എന്ന് മാത്രം. വലിയ തൈകളുണ്ട് 3000 രൂപേൻ്റെ ഉണ്ടോ, വലിയ തൈകൾ അത്യാവശ്യം കടവണ്ണമുണ്ട്. പിന്നെ 2500 2000-ഒക്കെ ഈ വണ്ണത്തിലുണ്ട് കേട്ടോ. ഇവിടെ തൈകളുണ്ട്, കാണിക്കട്ടോ, കാണിക്കുന്നുണ്ട്. പിന്നെ ആണോ ഇതിൽ തൈകളുണ്ടല്ലോ, 1500 തൈ അടിപൊളി തൈകളാണ്. മോശമൊന്നുമില്ല, ഇനി ഒരു 800 തൈകൾ ഞാൻ കാണിച്ചു തരാം. അടിപൊളി തൈകൾ. അപ്പോൾ കണ്ടോ ഇതൊക്കെ തൈയൊക്കെ ഒന്ന് എടുക്കല്ലേ, അങ്ങോട്ട് പുറത്തേക്ക് വെക്കാം. എത്ര തട്ടുണ്ടോ? 1 2 3 4 5 6 8 തട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മളൊരു ഓഫറല്ല, അല്ലാന്നുണ്ടെങ്കിൽ 800 കൊടുക്കാം. ഓഫർ ആയാലും ഇല്ലെങ്കിൽ 800 കൊടുക്കാം. ഓഫർ മാറ്റി വെച്ചാണ് ഇപ്പോൾ തൈകൾ. N80 ആണ് ഇതൊക്കെ. നമുക്കൊരു 700 രൂപ കൊടുക്കട്ടോ. അത്രയും വലിയ തൈകൾ കണ്ടില്ലേ. ഇതതിൻ്റെ E35 വേണം, മഞ്ഞാണ്. ഇല ഒന്ന് പൊഴിഞ്ഞതാണ്, ഇല ഒന്ന് സെറ്റായിട്ട് കൊടുക്കാൻ കവറൊക്കെ മാറ്റി വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് ആ ഒരു 750-800 റേഞ്ചിൽ കൊടുക്കാം. ഈ മാവ് ഇപ്പോഴാണ് ഇതൊരു ഫേമസ് ആയത്. പക്ഷെ എന്റെ കയ്യിൽ ഇത് 1 വർഷമായിട്ട് ഇവിടെ ഉള്ള മാവാ. എത്ര വർഷമായിട്ട്? 1 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ മണ്ണിൽ നട്ടില്ല. ഇനിയിപ്പോ ഈ മഴ ഒന്ന് കഴിയിട്ട് മണ്ണിൽ നടാൻ പോവാ. ഇതാണ് നമ്മളെ പറയപ്പെട്ട ലെമൺ ജസ്റ്റ് മാംഗോ എന്ന് പറഞ്ഞിട്ട്. ഗുജറാത്തിൽ നിന്ന് ആരൊക്കെ വാങ്ങിക്കൊടുന്നൊക്കെ പറഞ്ഞൊക്കെ എന്തൊക്കെയോ ഒരു വിവാദമൊക്കെ ആയ സംഭവമാണിത്. എന്തായാലും ഇതിനൊക്കെ ഇത്രയും വലിയ തൈകൾ എൻ്റെ അടുത്ത് ഓൾറെഡി ആദ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. കണ്ടോ ഇത്രയും ബുഷായ തൈകള്. അതെ, ലെമൺ ജസ്റ്റ് ഇതാ പണ്ട് എഴുതി വെച്ച പേരാ കണ്ടോ, ഇന്നൊന്നിലും എഴുതിയല്ല കണ്ടോ. അതേപോലെ മായ, ഇസ്രായേലിന്റെ മാംഗോ ആണ് മായ.
ഇതിപ്പോ ഒരു ഫേമസ് ആയ ഒരു ഇതാണ്. ഇതെന്തായാലും ഇത് മണ്ണിൽ നട്ട അടുത്ത വർഷം നിങ്ങൾക്ക് കായ്ക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതിപ്പോ എന്തായാലും ഈ മഴ ഒന്നും അധികം കണ്ടാൽ കൊണ്ടേ മണ്ണിൽ നടണം. ഇതൊക്കെ കംബോഡിയൻ ചാക്ക ഉണ്ടോ? കംബോഡിയൻ്റെ നമ്മള് തൈ ഉണ്ടാക്കിയ തൈകളാണ്. നമ്മളെ സുഹൃത്ത് തന്നെ ഉണ്ടാക്കി തന്നാണ്, നമ്മൾ ഉണ്ടാക്കി തന്നെ പറയാം. എന്തായാലും ഇതൊക്കെ നല്ല അടിപൊളി തൈകളൊക്കെ 250 രൂപ കിട്ടാം. കംബോഡിയൻ ചാക്ക് വലിയത്, ചെറുതല്ല. ചെറുതുവാണെങ്കിൽ 100 രൂപയ്ക്ക് കൂടെ ചെറിയ തൈകളുണ്ട്. നമുക്ക് വേറെ അപ്പുറത്തൊന്നും എന്തായാലും ആ ചെറു തൈകളൊക്കെ ഒന്നും മൊത്തത്തിൽ കാണിക്കും. നമ്മളെ ചാമ്പകൾ, ഡൽഹാരി, വലിയ തൈകൾ കേട്ടോ. ചെറുതെന്ന് പറയുന്നത് അത് കാഴ്ച മരങ്ങളാണ്. 450 രൂപ കൊടുക്കുക, അത്രയും വലിയ തൈകൾ. ഓ അടിപൊളി കേട്ടോ, നല്ല തൈകളുണ്ട്. അതിൽ ബാലിയുണ്ട്, ദൽഹാരി ഉണ്ട് കേട്ടോ. ചെറിയ തൈകളെല്ലാം നല്ല ബുഷായിട്ടുള്ള വലിയ തൈകളാണ്. ഇതാണ് ജബോട്ടിക്ക എസ്കാർലറ്റ് റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ 250 അല്ല കേട്ടോ, ഇത് 400 രൂപ കൊടുക്കണം. നല്ല തൈകളാണ്. ചിലപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇവിടെ നമ്മൾ എന്തിൻ്റെ സെക്ഷൻ അറിയുന്നത്? ഗ്രാഫ്റ്റിംഗ് കണ്ടോ, ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഉള്ള മിക്കവാറൊക്കെ തൈകളോ സീഡ് തൈകളാവും. ഇതൊക്കെ മാവിൻ്റെ തൈകൾ 5000-ഓളം തൈ ഇറക്കിയിട്ടുണ്ട് ഞാൻ. എന്താ വെച്ചാൽ നമ്മൾ ഗെയിൻ മാംഗോ, നമ്മൾ മല്ലിക, ഗെയിൻ മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടേഴ്സിനുള്ള ആ മാവ്, മല്ലിക, അതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി മാവുകൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു. നല്ല മാവുകൾ എവിടെയെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കമ്പെടുക്കാൻ. അങ്ങനെ ഒരു 8-10 വെറൈറ്റി മാവുകൾ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അവർ മാങ്ങ എനിക്ക് പറിച്ച് കഴിക്കാൻ കൊണ്ടു വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതിലാണ്. അതേപോലെ ഇതാകണു. പിന്നെ ബട്ടർ ഉണ്ടോ, തൈകൾ ഇറക്കി ഉണ്ടോ? നമുക്ക് ഈ സീഡ് തൈകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? സീഡ് തൈകൾ കൊടുക്കാനില്ല ഇപ്പം, ഞാൻ കുറവാണ്. ഇനി വേണേൽ അത്യാവശ്യക്കാരനെ നമ്മൾ ചോദിക്കാം. ഇതാണ് ബട്ടറിന്റെ തൈകൾ ഇപ്പോൾ നാളെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി വെച്ചതാ. ഇതുണ്ട്, അതൊക്കെ നല്ല അടിപൊളി തൈകൾ ഇറക്കി വെച്ചാണ്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ്. മാവിൻ്റെ തൈകളുണ്ട്, മാവിൻ്റെ തൈകൾ, പല തൈകളും ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടോ. ലെമണിൻ്റെ തൈകൾ, പല നല്ല ഐറ്റംസ് ലെമണുകൾ കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങൻ്റെ തൈകൾ ഇതൊക്കെ ഇതിനെ ഇറക്കി വെച്ചാൽ. ഇതൊക്കെ നമ്മൾ മൾട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് മാവുകൾ ഇറക്കി വെച്ചാണ്. നമ്മൾ മാവ് ഒന്നിൽ തന്നെ 2-3 വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇവിടെയുള്ളൊക്കെ വലിയ മാവുകളൊക്കെ നമുക്ക് മൾട്ടി ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. കാരണം പേരറിയാത്ത കുറെ മാവുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൾട്ടി ചെയ്യും. അപ്പൊ അതൊരു വേറൊരു വെറൈറ്റി അവന് ധൈര്യമായിട്ട് കൊടുക്കുക. അതാണ് ലോങ്ങനൊക്കെ ഉണ്ട്. എഡോസാറൊക്കെ ഇഷ്ടം പോലെ. ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് വിയറ്റ്നാമിന്റെ ലോങ്ങനാണിത്. ഒരുപാട് ലോങ് തൈകളുണ്ട്. നമ്മൾ ബാക്കിലുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ബാക്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ സംഭവങ്ങള്. ഇതൊക്കെ കണ്ടില്ലേ, 200 രൂപ കൊടുക്കുന്ന ബട്ടറിന്റെ തൈകളാണ്. നമ്മളെ സീഡ് ലൂവി ആളുകൾ എപ്പോഴും പറയും ഞങ്ങൾ 6 മാസം കൊണ്ട് കായ്ക്കുന്നുണ്ട്. അതിലൊക്കെ ചെറിയ ചട്ടിയുണ്ട്, കായ്ച്ചുണ്ടോ, കണ്ടോ കായ ഉണ്ടല്ലേ. റിസൾട്ട് പക്കയാണല്ലേ. ഇത് നമ്മൾ തന്നെ ചെയ്യണതാണ്, വേറെ പുറത്തുനിന്ന് എടുക്കണമെന്നുള്ളത്. അവിടെയൊക്കെ അതാ കായ്ച്ചു നിൽക്കുന്നത്. ഈ കുഞ്ഞ് തൈ നമ്മൾ ഇതുണ്ടോ, ഇതിലൊക്കെ പൂ വരുന്നുണ്ടോ, കണ്ടോ. നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാൻ പറ്റാണ്. ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് ബട്ടറിന്റെ തൈ ഇറക്കി വെച്ചാണ്. അതാണ് അബിയുവിന്റെ തൈകൾ. നമ്മൾ 100 രൂപന്റെ തൈകൾ ഉണ്ടാവും ചോദിച്ചിരുന്നു. അവിടുന്ന് 100 രൂപന്റെ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് 100 രൂപന്റെ തൈകൾ. അതേപോലെ കണ്ടോ, ഇവിടേക്കൊക്കെ നോക്കിക്കോളി. ഇതാണ് നമ്മൾ പ്ലാവ് കണ്ടില്ലേ, വിയറ്റ്നാമിൽ 50 രൂപ. ഇതാണ് 50 രൂപ. ബാക്കിലുണ്ട് പറഞ്ഞാൽ എല്ലാം ബാക്കിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടെ ഉള്ളത് അതിലും വില പറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് പറയല്ല. നമ്മൾ ബാക്കിൽ ഉണ്ടാവും ഇവിടെ സാധനം. വേറെ എവിടെയും പോകേണ്ടില്ല. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടേ. നമ്മൾ ചെറിയ സാധനങ്ങൾ വില കുറഞ്ഞത് അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. പക്ഷെ അവിടെ ഉള്ള കാണില്ല. പക്ഷെ ഇവിടെ എല്ലാം കാണിക്കാണ്ട്. കമണ്ടലിന്റെ തൈകളാണ്, മുനിമാര് പാത്രമായിട്ട് ഉപയോഗിച്ചതിന്റെ തൈകളാണ്. ഇതൊക്കെ പല ആളുകളും ചില സ്ഥലത്തൊന്നും തെരഞ്ഞെടുത്താൽ കിട്ടാത്ത സംഭവം. എനിക്ക് കാഴ്ചയുണ്ടല്ലോ. അല്ല, ഇതൊന്നും തെരഞ്ഞെടുക്കാൻ ചിലപ്പോൾ കിട്ടലില്ല തൈകൾ. ഇതൊക്കെ നമ്മള് അത് കരുതിയിട്ട് കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മള് വലിയ 100 രൂപ കൊടുക്കേണ്ട തൈകളാണ്. നല്ല 50 രൂപന്റെ തൈയും ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇത് കായം, ഒറിജിനൽ കായം ഉണ്ടാക്കുന്നത്. ഇതാണ് ശരിക്കും ഒറിജിനൽ കായം. മനസ്സിലായി. ഞാൻ ഇന്നാ വരുന്നത്, അതൊന്നും എടുത്ത് നോക്ക്. അതും കൂടി ഒന്ന് എടുത്തു. ആ കറയാണ് ശരിക്കും കായം. ഇത് ഒറിജിനൽ കായാണ്. ഇതിൽ തന്നെ ഡൂപ്ലിയും ഒറിജിനൽ ഒക്കെ ഉണ്ട്. അതോടെ അങ്ങനെ എടുത്ത് പറയണത്. പിന്നെ ഇതാണ് മറ്റേ ജയന്റ് പർപ്പിൾ മട്ടവ. ഇതൊക്കെ നല്ല ധൈര്യമായിട്ട് കൊണ്ടുപോകും. അതൊക്കെ നമ്മൾ സീറ്റ് ലൂവി ചെയ്യാൻ വേണ്ടിയിട്ട് മുള്ളിലൂക്ക് ഇറക്കി വെച്ചാണ്. 150 രൂപേൻ്റെ ജബോട്ടിക്ക പഴമാണ്. ഇത് നമ്മൾ ഗോലക്ക് ചെയ്ത് വെച്ച, ഗോലക്ക് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ചെയ്ത് വെച്ചാണ്. ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന ഗോലക്കാണ്. മുന്തിരിയാണ് നമ്മളിവിടെ തയ്യാക്കണാണ്. ഇതെല്ലാം പിടിച്ചത് വേറെ ഉണ്ട്, കുറേ ഉണ്ട്. അതിൻ്റെയൊക്കെ മാർക്കറ്റ് പൊട്ടിക്കാന്ന് പറയരുത്. നമ്മൾ അത്ര ചിലവ് വരുന്നുള്ളൂ. 100 രൂപ കൊടുക്കണതാണ്. 100 രൂപയ്ക്കോ? ഇതാണ് നമ്മളെ ഫെദർ ലീവ്സ് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ലോങ്കൻ. പലതിലും പലതിലൊക്കെ 1500-2000 ഒക്കെ പറഞ്ഞ് വിടുന്ന സാധനമാണ്. നമുക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 700 രൂപയ്ക്ക് കൊടുക്കാം. 700 രൂപയ്ക്ക് കൊടുക്കാം. ഫെദർ ലീഫ്. ഇതാണ് കണ്ടോ, സ്നേക്ക് ഫ്രൂട്ടിൻ്റെ
നല്ല വെറൈറ്റികളാണ്. നമ്മൾ തന്നെ ഇന്തോനേഷ്യയിൽ പോയിട്ട് അവിടുന്ന് പഴം കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞിട്ട് കൊടുക്കുന്ന തൈകളാണ്. ഇതിന് മെയിൽ ഫീമെയിലിൻ്റെ പ്രശ്നമില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാലും 2-3 തൈകൾ എല്ലാവരും വാങ്ങി വെക്കുക. എന്നാണ് ഇത്രയും നല്ല തൈകളെ നമ്മളൊരു 250 രൂപയാണ് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതൊക്കെ നമ്മുടെ എല്ലാ തോട്ടത്തിലും നമ്മൾ വെരിഗേറ്റഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? വെരിഗേറ്റഡ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യം അത്ര ആവശ്യക്കാരില്ലായിരുന്നേ, പിന്നെയാണ് ആവശ്യക്കാർ കൂടി വന്നത്. കാരണം എന്താ വെച്ചാൽ സാധാരണ ഇങ്ങനത്തെ വാഴകളൊക്കെ എന്ന് വെച്ചാൽ ഒരു ഓർണമെന്റലാണ്, കാണാനുള്ള ഭംഗിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ പഴം അടിപൊളി ടേസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ആ പഴം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അത് പഴുപ്പ് അധികമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല പൊടിയുള്ളതായിട്ട് പുറത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. നല്ല മധുരം, ടേസ്റ്റ് എന്തെന്ന് പറയാൻ വയ്യാന്നുള്ളൂ അല്ലേ. പല പഴത്തിന്റെയും ഫ്ലേവർ വരുന്നുണ്ട്. ചെങ്കതളിന്റെയും ഒരു പടത്തി പറഞ്ഞിട്ടൊരു പഴമുണ്ടല്ലോ തമിഴ്നാട്, റെഡ് കളർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പൊടി എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ. ഭയങ്കര ടേസ്റ്റ്, പുട്ടിലൊക്കെ കൂട്ടി കഴിക്കാണ്ടല്ലോ, അടിപൊളി സംഭവട്ടത്. നമ്മൾ മൈസൂർ പഴത്തിനും എത്രയോ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താ അറിയോ, നമ്മള് ഇതൊരു പിന്നെ കുറെ പ്രൊമോഷനായിട്ട് കുറെ ഇത് വിൽക്കണം എന്നുള്ളതല്ല. ഇത് ഉള്ളെങ്കിൽ എവിടുന്ന് എൻ്റെ അടുത്ത് എല്ലാം എവിടുന്ന് വാങ്ങിക്കാണ്ട് വെച്ചോളി, നല്ല കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പഴമാണെന്ന് അറിയിക്കണം മാത്രം. സത്യം പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണ്. ഇതിനെ വേണ്ട, അതൊക്കെ ഒരു വീടിന്റെ മുന്നിൽ വെച്ചാൽ അതിന്റെ ഭംഗിയുണ്ടോ. ആ ലീഫ് തന്നെ കാണാൻ പട്ടാളക്കാരെ മിലിറ്ററി കളറാണ്. നല്ല വെരിഗേഷനും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വെരിഗേഷൻ കിട്ടാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം? ഒന്നും ചെയ്യണില്ല. ഒന്നും ചെയ്യണില്ലല്ലോ. ഫെർട്ടിലൈസറോ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാഴന്റെ പ്രത്യേകത അറിയോ? ഡബിൾ മഹായി, അതായത് 2 കൊല ഉണ്ടാവും ഒരു വാഴയിൽ. വരുമ്പോ 2 കൊലമായിട്ടാ വരിക. അത് നമ്മൾ ശരിക്കും എഡിറ്റ് ചെയ്താണെന്ന് പലരും പറയലില്ലേ, പക്ഷെ ഞാൻ ഒരുപാട് കണ്ടതാണ് ഇതായതാണ്. അപ്പൊ എന്തായാലും ഇത് ഈ ഫസ്റ്റില് വാഴ വെക്കൂലേ, ഇതിലല്ല അത് കാണിക്കുക. ഇനി ഇതിന്റെ താഴെന്ന് വിത്ത് വരുന്നുണ്ട്, ഇത് തൈ വരുന്നുണ്ടല്ലോ, ആ തൈയിലാണ് ഈ ഡബിള് കാണിക്കുക. ഫസ്റ്റിൽ വെക്കണം. ഇനി കന്ന് പറിച്ച് വെച്ചാലും ഫസ്റ്റിൽ കായ്ക്കൂല. ഒരുപാട് തൈകളുണ്ട്, അതൊക്കെ തന്നെയാണ്. കണ്ടോ ഈ ലൈനായിട്ട് വെച്ചുള്ള വരും ദിവസങ്ങളിൽ കാണാല്ലേ റിസൾട്ടും കാര്യങ്ങളൊക്കെ. എന്താ അതേപോലെ കണ്ടോ, നമ്മളൊരു ചെടി നട്ടുമ്പോൾ അതിൻ്റെ അടുത്തൊരു വെണ്ടക്ക തൈ വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ കിട്ടും. ഇതാ നിലത്ത് കിടക്കുകയാണ് അതൊക്കെ, അവിടെയൊക്കെ ഉണ്ട്. എല്ലാ ചെടീൻ്റെ ചുവട്ടിലും വെച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടല്ലേ? നല്ല റിസൾട്ടാണ്, എപ്പോഴും പറിക്കും. എന്നിട്ട് അവിടെയൊക്കെ ഉണ്ട്, എല്ലാ ചെടീൻ്റെ ചുവട്ടിലും വെച്ചിട്ട്. ഇതാണ് ആരോമധുര്യം എന്ന് പറഞ്ഞിട്ട്. കണ്ടാൽ അതൊരു വൈറ്റിനെ പോലെ, പക്ഷെ ലീഫ് കണ്ടാൽ വൈറ്റിൻ്റെ അല്ലായിരുന്നു. റിസൾട്ട് എന്താ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അടുത്തത് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ലോങ് ഉണ്ട് എൻ്റെ അടുത്ത്. സീഡ്ലെസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ? ഹൈ റേഞ്ച് ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ലീഫ് ഉണ്ടോ? ഒരു മടങ്ങിയിട്ടല്ലേ? പിംപോങ്ങിന്റെ ലീഫ് പോലെയാണ്, പക്ഷെ വലിയ ലീഫാണ്, ചെറിയ ലീഫല്ല. ഇത് പിന്നെ പിംപോങ്ങിന്റെ റൂബിയാണ്. തോട്ടം രീതി സെറ്റ് ചെയ്താണ്. അതെ അതെ, ഇത് മറ്റേ നമ്മളെ ഡബിൾ ലോങ്ങനാണ്. ഇതൊക്കെ അടിപൊളി തൈകൾ കേട്ടോ. അടിപൊളി തൈകളെന്നല്ല, അടിപൊളിയായിട്ട് കായ്ക്കണം. ഇത് മണ്ണിൽ വെച്ചോണ്ട് അതിന്റെ റിസൾട്ട് കണ്ടോ, ഭയങ്കര ഗ്രോത്തിൽ വരുന്നുണ്ടല്ലോ എല്ലാ ചെടികളും. ഉണ്ടോ ഡയമണ്ട് റിവർ എന്താണ്ടോ, ഇതാണ് നമ്മളെ തായ്വാൻ വെറൈറ്റി, സോറി വിയറ്റ്നാം വെറൈറ്റി. നല്ല റിസൾട്ടാണിത്. ഇതിപ്പോൾ കായ ഉണ്ടായിരുന്നു കേട്ടോ, അതങ്ങനെ ചെറുതിൽ വരെ കായ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ഇതുണ്ടോ, നമ്മളെ പറയപ്പെട്ട ബ്ലാക്ക് ലീഫ്. പിന്നെ ഇത് ചൈനീസാണ്, ചൈനീസ് ലോങ് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇതാണ് സീഡ്ലെസ്. ഇത് വൈറ്റ്, അത് വൈറ്റ്. പിന്നെ പിംപോങ്, എല്ലാ വെറൈറ്റി ലോങ്ങുണ്ട്. ഏകദേശം ഒരു 30 വെറൈറ്റി ലോങ് ഈ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും മണ്ണിൽ പ്ലാന്റ് ചെയ്യല്ലോ കേട്ടോ, ഇതൊക്കെ ജബോട്ടിക്കാപ്പൻ്റെ തൈകളാണ് കേട്ടോ. ചെറിയ തൈകളും നല്ല 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 അടിപൊളി തൈകളാണ് കേട്ടോ. ഇതാ ഇതിൽ കായ്ച്ചത് ഇങ്ങനെ പൊറുക്കിയെടുത്ത് പോവാണ്. ഇതാ ഈ സൈസ് തൈകളാണ്. ഇതൊക്കെ നമ്മൾ ചെറിയ വിലക്കാ കൊടുക്കണം കേട്ടോ. കായ്ച്ചത് എത്രയ്ക്ക് കൊടുക്കാം? 2200. 2200 ലാസ്റ്റ് കൊടുക്കാം. ഇതിൽ 1500 തൈകളുണ്ട് കായ്ച്ചത്, ചെറുത്. അത് വേണമെങ്കിൽ വേറെ ഉണ്ട്. ഇത് നല്ല തൈകളാണ്. 1500 നമ്മൾ കായോടുകൂടി കൊടുക്കും കേട്ടോ. കായോ അല്ലെങ്കിൽ പൂവുണ്ടാവും. ഇതുണ്ട്, ഇത് ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് നോക്കി, ഇത് അല്ലാതെ തന്നെ നമുക്ക് മലപ്പുറം ടൗണിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ജബോട്ടിക്കാപ്പ. നമ്മൾക്ക് പലരും പറയും നമുക്ക് നഷ്ടമാണ്, ഒരുപാട് വില കുറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ ഇതൊക്കെ ചെറിയ തൈകൾ എടുത്ത് വളർത്തിണ്ടാക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓഫറിൽ കൊടുക്കുന്നേ. ഇതാ അതിലൊക്കെ പൂ വരുന്നുണ്ട് കേട്ടോ. എടുത്ത് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം വരിക. ഇത് നമ്മൾ ചെറിയ തൈ വളർത്തി ഉണ്ടാക്കി വലുതാക്കി ഉണ്ടാക്കിയ തൈകളാണ്. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, എന്നാ ഒരു നാരങ്ങ ഉണ്ടോ, ഇതാണ് തായ്ലാൻഡ് ലെമൺ. റിസൾട്ട് അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാവരോടും വെക്കാൻ പറഞ്ഞ ലെമൺ കണ്ടോ, തായ്ലാൻഡ് ലെമൺ.
ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എപ്പോ വന്നപ്പോഴും നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ഇതിപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അതൊക്കെ പുതിയ തൈകൾ, പുതിയ കായാണ്. ഇനിയിപ്പോൾ ഉണ്ടാവും, പൂവുണ്ടാവും. ഒരു സൈഡിൽ പൂവുണ്ടാവും. അബിയല്ലേ? അത് അബിയാണ്, ഗ്രാഫ്റ്റ് ആണ്. ഇത് മറ്റേ തായ്വാനാണ് ഏറ്റവും വലിയ 1 കിലോന്റെ മുകളിൽ കായ ഉണ്ടാവും. ഇതാണ് മോർഗാഡിങ് റംബുട്ടാൻ. മോർഗാഡിങ് അവിടെ കായ്ച്ചിട്ടുണ്ട് എനിക്ക്. ഇതിപ്പോ ഒരു വൈറ്റ് ജാക്ക് കണ്ട് വന്നാണ്. ഇതിന്റെ ചോള അകത്തുള്ള കാമ്പ് വെള്ള കളറാണ്, പ്യുവർ വൈറ്റ്. പിന്നെ റോയൽ ജാക്ക് ഉണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് സോഫ്റ്റ് സ്കിൻ മൊട്ടോയാണ്, ലെയർ അടിച്ച് വെച്ചാണ്. പിന്നെ ഉണ്ടല്ലോ മാവിൻ്റെ ഇതൊക്കെ തൈകളുണ്ടോ, ലോങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ തൈകൾ, ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈകൾ കൊടുന്ന് വെച്ചാണ്. എല്ലാ സംഭവവും നമ്മളിവിടെ തൈകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ കൂടുതൽ സാധനം പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ കുറേ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഐറ്റംസ്. ഇതിൽ വിയറ്റ്നാം മാൾട്ട് ഉണ്ട്, ഡെക്കോപോൺ ഉണ്ട്, എല്ലാ വെറൈറ്റി നാരങ്ങ മുസമ്പികളും ഉണ്ട്. ഇന്ത്യൻ മുസമ്പി ഇതൊക്കെ വലിയ വലിയ കടവണ്ണം നോക്കില്ലേ, താഴേക്ക് നോക്ക്. ഇതൊക്കെ നമ്മളൊരു 1000-1500 രൂപ കൊടുക്കണം. വലിയ വലിയ തൈകൾ കേട്ടോ, ചെറുതല്ലത്. 2005 വരെ ഇതിലുണ്ട്. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല കടവണ്ണും വലിയ തൈകളുമാണ്. കാഴ്ച തന്നെയാണ്, കായുള്ളതുണ്ട് അതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ തിക്നെസ് ആയതുകൊണ്ടാണ്. എന്തായാലും ഇഷ്ടംപോലെ ഉണ്ട്, നല്ലൊരു പാകത്തെ റേറ്റിൽ കൊടുക്കാൻ പറ്റും. വലിയ വലിയ പ്ലാന്റുകളാണ്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒരു 350 കൊടുക്കുന്നതാണ് ഡയമണ്ട് വേർ. നമ്മൾ ബാക്കിൽ കാണിക്കുക, ചെറുത് കാണിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഐറ്റത്ത് പെട്ടാണ് ഇതൊക്കെ. ഇതാണ് അതേമാതിരി ഇതാണ് ബ്ലാക്ക് ലീഫ്. ഇപ്പോൾ പറയപ്പെട്ട സാധനം ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇതൊക്കെ 500 രൂപയ്ക്ക് കൊടുക്കാം. ബ്ലാക്ക് ലീഫാണ് ഇതാ. പിന്നെ ഇതാകണു നല്ല നല്ല അടിപൊളി വിയറ്റ്നാം ലോങ്ങനുകൾ. ഇതൊക്കെ 500 രൂപേൻ്റെ തൈകൾ കേട്ടോ. അതിൽ 500 രൂപേൻ്റെ 700 രൂപേൻ്റെ ഒക്കെ ഉണ്ട്. ഇത് ഡബിൾ ലോങ്ങനാണ്. ഇതൊക്കെ 500 രൂപ കൊടുക്കട്ടോ. ഇതൊക്കെ കാഴ്ച നമ്മളവിടെ വീഡിയോ കാണിച്ചില്ലേ. അപ്പോൾ ഒരുപാട് ഐറ്റം ഉണ്ട്. അബിയുകൾ വേണമെങ്കിൽ ഇതാ 100-150 രൂപേൻ്റെ അബിയുകളുണ്ട്. ഇനി ഇതാ 4 സീസണ് ഇതൊക്കെ ഇതാട്ടോ. കാരണം എന്താ, ഇത് ന്യൂ ക്രിസ്റ്റലാണ്. എന്താ ഇത്രയും വലിയ തൈകൾ എത്ര രൂപ കൊടുക്കാം? ഇതൊക്കെ നമുക്ക് 1100 രൂപ കൊടുക്കാം. 1100. ഇത്ര വലിയ തൈകൾ കേട്ടോ, വലിയ വലിയ തൈകളുണ്ട് ഇവിടെ. ഒക്കെ ന്യൂ ക്രിസ്റ്റലാണ്. ഇത് ഇതാണ്. ഇതൊക്കെ 4 സീസണാണ്. നമ്മൾ കായുള്ളത് ഉണ്ടോ, ഇതിൽ ഗ്യാപ്പിലൊക്കെ ഒന്ന് കായുള്ളത് ഇങ്ങനെ ആളുകൾ പൂട്ട അതെടുത്തിട്ട് പോവാണ്. ഈ പൂവുള്ളത് കഴിഞ്ഞാണ്. എന്തായാലും പൂവുള്ളത് ഇങ്ങനെ ആളുകൾ എടുത്ത് പോവാണ്. ഇതാ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മദർ പ്ലാന്റുകളുണ്ടോ, എല്ലാ മദർ പ്ലാന്റുകളും ഇവിടെ ഒക്കെ ചുറ്റും കാണാണ്. സീറ്റ് മൂട്ടി. ഇത് മൂട്ടി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ മൂട്ടി നല്ല അടിപൊളി റിസൾട്ടാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ കഴിച്ചതാണ്. മരായിട്ട് പോണതല്ലേ? മൂട്ടിപ്പഴത്തിന്റെ കാട്ടിലുള്ള മൂട്ടി. പക്ഷെ അതിൽ തന്നെ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് തന്നെ പുളിയുള്ളതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതിന്റെ തൈകളൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇത് 750 രൂപ കൊടുക്കുന്നത്. 750 രൂപ കൊടുക്കാം. നല്ല തൈ കേട്ടോ, ചെറിയ തൈയൊന്നുമല്ല, നല്ല തൈയാണ്. ഗ്രാഫ്റ്റാണ്. ജബോട്ടിക്കാമന്റെ ഗ്രീൻ ക്രിസ്റ്റൽ, റെഡ് ക്രിസ്റ്റൽ, എസാൽക്ക്, അങ്ങനെയുള്ള പുതിയ പുതിയ വെറൈറ്റികളുണ്ട്. അതിലെ വലിയ 10 അടി 12 അടിയൊക്കെ ഉള്ള മരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നല്ലൊരു ഓഫറിലാണ് കൊടുത്തിരുന്നത്. നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരു 15ഓളം പീസ് പോയി. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അതിലിപ്പോൾ നമ്മളൊരു 5,500 ആയിട്ടാണ് ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ. 12-14 അടിക്കുള്ള ജബോട്ടിക്കാവ കായോട് കൊണ്ടുപോയിട്ട് മതി. ഇപ്പം ഇതിപ്പോൾ കായ് കാണില്ല. എന്തായാലും കായ ഒരു വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കായ് വരും. അതിന് ശേഷം കൊണ്ടുപോയാൽ മതി. ഗ്യാരണ്ടിയാണ് കായ്ച്ചതാണെന്നുള്ളത്. കായ്ച്ച സാധനം കൊണ്ടുപോയാൽ മതി. അതെ. ഓക്കെ, റഷീദ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മലപ്പുറം ടൗണിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകുലം. മലപ്പുറം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ, പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ. ചട്ടിപ്പറമ്പ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചട്ടിപ്പറമ്പ് അടുത്താണോ ചോദിക്കുന്നത്. അതുകൊണ്ട് പറയണം, ചട്ടിപ്പറമ്പിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ 3.25 കിലോമീറ്റർ ഉള്ളത്. വഴിയൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അടുത്ത് തന്നെയാണ് ചട്ടിപ്പറമ്പിൻ്റെ.